ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ആരെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുണ്ട് എന്ന് വന്ന് പറഞ്ഞു പരാതിപ്പെട്ടാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്തിരുന്ന വളരെ സവിശേഷമേറിയൊരു അമലുണ്ട്. ആ സമയത്ത് ചെയ്തിരുന്ന ഒരു ദിക്റുമുണ്ട്. എത്രയോ സ്വഹാബാക്കൾക്ക് അത് കാരണമായിട്ട് രോഗം ഷിഫയായി എന്ന അനുഭവവും പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലിൽ മരീദ് ബിസ്മില്ലാഹി തുർബത്തു അർളിന ബിരീഖത്തി ബഅലിന യുഷ്ഫാ സഖീമുന ബിഇദ്നി റബ്ബിന. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് രോഗികളുണ്ട്. രോഗങ്ങൾ മാറാൻ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾ ശിഫയാകാൻ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചില റിപ്പോർട്ടുകളിൽ ഹബീബായ തങ്ങൾ സ്വന്തത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്തിരുന്നു എന്നൊക്കെ കാണാവുന്നതാണ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റോട് കൂടെ തന്നെ നമുക്ക് പ്രത്യേകം ശിഫ ലഭിക്കാൻ മെഡിസിൻ കഴിക്കുന്നതോടുകൂടെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അതിന് ശിഫയുണ്ടാകും. അള്ളാഹു ആണല്ലോ രോഗങ്ങൾ ശിഫയാകുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് മാറുന്നില്ല, വേറൊരു ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നു. ആ ആളും ഈ ആളും എഴുതി തന്നത് ഒരേ മെഡിസിനാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഷിഫ കിടക്കുന്നത് റബ്ബിൻ്റെ അടുക്കലാണ്. റബ്ബ് ഷിഫയാക്കുമ്പോഴാണ് അത് ഷിഫയാകുക. നമ്മളിവിടെ കാണിക്കുന്നതൊക്കെ, ഇവിടെ ചെയ്യുന്നതൊക്കെ, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാം അതിൻ്റെ ഒരു സബബാണെന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.